നമസ്കാരം. കന്നിരാശിക്കാരായ ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര ചേരുന്ന നക്ഷത്രക്കാരുടെ 2026 വർഷഫലമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വ്യാഴം വർഷാരംഭത്തിൽ മിഥുനൻ രാശിയിലാണ്. നിങ്ങളുടെ രാശിയുടെ 10ാം ഭാവത്തിലാണ്. ജൂൺ 2 വ്യാഴം മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് രാശി മാറും. അപ്പോൾ നിങ്ങളുടെ രാശിയുടെ 11ാം ഭാവത്തിലേക്ക് ലാഭസ്ഥാനത്തേക്ക് മാറും വ്യാഴം. വ്യാഴത്തിന്റെ വർഷം മുഴുവനായിട്ട് പോസിറ്റീവ് ഫലങ്ങളാണ് കിട്ടുക. 10ലുള്ള വ്യാഴത്തേക്കാൾ 11ലുള്ള വ്യാഴം കൂടുതൽ ഗുണഫലം കിട്ടും. സാമ്പത്തിക നേട്ടങ്ങളും കിട്ടും. തൊഴിൽ പുരോഗതി നേടാൻ സാധിക്കും. പ്രൊമോഷൻ, ശമ്പള വർധനവിനൊക്കെ അനുകൂലമാണ്. ആഗ്രഹങ്ങൾ നടക്കും. ശുഭകാര്യങ്ങളൊക്കെ നടക്കും. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. അതുപോലെ ഭാഗ്യയോഗ അനുഭവങ്ങൾ വന്നു ചേരും. സഹോദരങ്ങളിൽ നിന്ന് ഗുണങ്ങൾ കിട്ടും. അതുപോലെ കുടുംബത്ത് ഐശ്വര്യം നിലനിൽക്കും. വിവാഹ ഭാഗ്യം, വീട് വയ്ക്കാൻ, വസ്തു വാങ്ങാൻ, അതുപോലെ വിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമാണ്. പിന്നെ വാഹനഭാഗ്യം ഉണ്ടാകും. ശനി വർഷം മുഴുവനും നിങ്ങളുടെ രാശിയുടെ 7ാം ഭാവത്തിലാണ്. 7ലുള്ള ശനി ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കിട്ടുക. പക്ഷെ വ്യാഴം ഇവിടെ അനുകൂലമായ കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഗുണങ്ങൾ തന്നെയാണ് കിട്ടുക. രാഹു, കേതു അനുകൂല ഫലങ്ങളാണ് കിട്ടുക. നിങ്ങളുടെ രാശിയധിപൻ ബുധനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുദ്ധി സാമർഥ്യത്തോടെ വിജയിക്കാനായിട്ട് സാധിക്കും. പിന്നെ പുതിയ പുതിയ ഐഡിയ ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാ മേഖലയിലും വിജയിക്കാൻ സാധിക്കും. ബുധന്റെ രാജയോഗപ്രദമായ ഗുണങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുക. മറ്റെല്ലാ ഗ്രഹങ്ങളും കൂടുതലായിട്ട് നിങ്ങൾക്ക് അനുകൂല ഫലങ്ങളാണ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ 2026 നിങ്ങൾക്ക് കൂടുതലായിട്ട് പോസിറ്റീവ് ഫലങ്ങളും ഐശ്വര്യവും ധനലാഭവും കിട്ടുന്ന ഒരു വർഷമായിരിക്കും. ഇനി നിങ്ങൾ എല്ലാ ശനിയാഴ്ചകളിലും ശനീശ്വര പ്രീതി വരുത്തുന്നത് കൊണ്ട്, അതുപോലെ ശനിയാഴ്ചകളിലൊക്കെ ശാസ്താക്ഷേത്രത്തിൽ എള്ളുതിരി കത്തിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ലാഭം വർദ്ധിക്കും. എല്ലാ കന്നിരാശിക്കാർക്കും 2026 ഏറ്റവും നല്ല വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്